നല്ല ഒരു മനുഷ്യനാണ്. ജനങ്ങളുമായിട്ട് വളരെയധികം വളരെ ഇടപഴകി പോകുന്ന ഒരു മനുഷ്യനാണ്. വളരെ മോശം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ പ്രവൃത്തി അതുകൊണ്ട്. DK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ പഴയ മേയറായിരുന്ന സമയത്ത് നല്ല അഭിപ്രായം. ഇതൊക്കെയാണ് ഇന്നത്തെ ഭരണങ്ങൾ. എന്തൊരു ഭരണം, അവർ ഭരിച്ചാൽ അവരുടെ വീട്ടിലെ കുടുംബക്കാർക്ക് കൊള്ളാം, അല്ലാത്തവർക്ക് എന്തുകൊണ്ട് ഭരണം. യങ്സ്റ്റർ അല്ലേ, അപ്പോൾ അവർ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണം. പ്രശാന്ത് വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിലുള്ള നാട്ടിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. ഇവിടെ കടയും വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ പ്രശാന്തിന്റെയും MLA-യുടെയൊക്കെ ഓരോ ഇതുകൾ. നല്ല ഭരണമുണ്ട്, മാറ്റങ്ങളൊക്കെ ഉണ്ട്, നല്ല മാറ്റങ്ങളൊക്കെ വന്നു. വേറെ ഇല്ല, പുള്ളി പൊതുവെ ജനപ്രിയനാണ്. ഞാനൊരു പ്രവാസിയാണ്. ഇപ്പോൾ വന്നിട്ട് വണ്ടി എടുത്ത് ഓടിക്കാനുള്ള ഇതില്ല, ബുദ്ധിമുട്ടാണ്. നടന്നാണ് വന്നത്. ഒരു കാലത്ത് തിരുവനന്തപുരത്തുകാർക്ക് മേയർ ബ്രോ എന്ന് വിളിക്കാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ VK പ്രശാന്താണ്. പ്രളയകാലത്തിന്റെ അന്ന് മുതൽ ഇന്ന് ഇതുവരെ മേയർ ബ്രോ ആയിരുന്ന VK പ്രശാന്ത് MLA ആയപ്പോൾ എങ്ങനെ ഉണ്ട് എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. യങ്സ്റ്റർ അല്ലേ, നന്നായിട്ടുണ്ട്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? മാറ്റങ്ങൾ അറിയാലോ, ഇപ്പോൾ ഇവിടുത്തെ ഒരു എല്ലാ സാഹചര്യങ്ങളും നോക്കിക്കൊണ്ട് പുതിയ പുതിയ ട്രെൻഡ് ഉണ്ടല്ലോ. വിദേശ രാജ്യങ്ങളിലൊക്കെ പല പല മോഡേൺ ആയിട്ടുള്ള പല ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യങ്സ്റ്റർ അല്ലേ, അപ്പോൾ അവർ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണം. ഇതിൽ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് ജനങ്ങളുടെ ഒരു ആഗ്രഹം ആയിട്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയുള്ള ഭരണത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നു. അങ്ങനെയാണ്. DK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം വേറെ പഴയ മേയറായിരുന്ന സമയത്ത് നല്ല അഭിപ്രായം. ഇന്നത്തെ മേയറെ പോലെയല്ല, സംസാരിക്കാനറിയാം, നല്ല രീതിയിലാണ് പെരുമാറുന്നത്. ഇന്നത്തെ മേയറെ പോലെയുള്ള പെരുമാറ്റമല്ല. വ്യക്തിപരമായി പ്രശാന്ത് നല്ല വ്യക്തിയാണ്. പ്രശാന്തിന്റെ ഭരണം നല്ല ഭരണമുണ്ട്, മാറ്റങ്ങളൊക്കെ ഉണ്ട്, നല്ല മാറ്റങ്ങളൊക്കെ വന്നു. അയാൾ നല്ലൊരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് പിന്നെ വികസനം എന്ന് പറയുന്ന മുമ്പോട്ട് വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അയാളെ കുറിച്ച് രണ്ടഭിപ്രായം പറയാനില്ല. VK പ്രശാന്തിന്റെ ഭരണം എങ്ങനെയുണ്ട്? പുള്ളി ആദ്യം മേയറായിരുന്നു, MLA ആണ്. അപ്പോൾ ആ ഒരു മാറ്റം ഇല്ല, ഭരണം കുഴപ്പമില്ല. പക്ഷേ ഒന്നും ചെയ്യാനുള്ള സാഹചര്യം ഇല്ല, പൈസയും കാര്യങ്ങളും ഇല്ല എന്നുള്ളതേ ഉള്ളൂ. ഭരണം കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകണം. വീണ്ടും അദ്ദേഹം അവിടെ നിന്നാൽ ജയിക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? മാറ്റങ്ങൾ ഒരുപാട് വരുത്താനുണ്ട്. പറഞ്ഞില്ലേ, ഫണ്ടുകൾ വരണില്ല എന്നുള്ളതേ ഉള്ളൂ. മേയറായിരുന്നല്ലോ, അപ്പൊ ഇപ്പൊ MLA ആയിരിക്കാണ്. അപ്പൊ ആ ഒരു മാറ്റം നല്ല മാറ്റമാണ്. പുള്ളി നല്ല പ്രവർത്തനങ്ങളല്ലേ ചെയ്യുന്നത്. വേറെ ഇല്ല, പുള്ളി പൊതുവെ ജനപ്രിയനാണ്. വട്ടൂർ ഗവൺമെൻറ് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി വികസനമൊക്കെ ചെയ്യണമെന്ന് പറയണായിട്ട് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. വേറെ ആര് വന്നാലും ഇങ്ങനെയൊക്കെ തന്നെ അത്യാവശ്യ കാര്യങ്ങൾ വരാൻ നേരത്ത് വരുന്നുണ്ട്, പോകുന്നുണ്ട്, പിന്നെ സഹകരിക്കുന്നുണ്ട്. എല്ലാ ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അല്ലാതെ വേറെ കൂടുതലൊന്നും നമുക്കൊന്നും പറയാനില്ല. എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇതിൽ അറിയുന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടെ ആ സ്പോട്ടിലെത്തുന്ന ഒരു മരണമായിരുന്നാലും ഒരു മറ്റൊരു കാര്യമായിരുന്നാലും എന്തായിരുന്നാലും വരുന്നുണ്ട്, അത് നിറവേറ്റി കൊടുക്കുന്നു. ഭരണ കാര്യങ്ങളൊന്നും ഇപ്പോൾ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. അത് തന്നെ ഇപ്പോൾ MLA-യുടെ ഒരു ഇത്, അല്ലാതെ ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടെ വികസനത്തിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതാണ് ഇതാണെന്നും പറഞ്ഞ് ഇപ്പോൾ ഇതവിടെ പച്ചക്കറി വെച്ചേക്കും, പച്ചക്കറിക്ക് വേണ്ടി ഇതാക്കിയിരിക്കും. ഇത്രയും ബുദ്ധിമുട്ടിയ ആളുകൾ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. അതിനെ ഒഴിപ്പിച്ചിട്ട് ഇപ്പോൾ അവിടെ പച്ചക്കറി കൃഷി ചെയ്യാൻ പോവുകയാണ്. എന്താ ഇതിലുള്ള ഒരർത്ഥം? പിന്നെ ഞങ്ങൾ കടക്കാർ മാറുമ്പോൾ ഞങ്ങൾ കട തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോഴും മാറ്റിക്കേ ഉള്ളെന്ന് പറഞ്ഞു. ഇവിടെ കടയും വെച്ചിട്ടില്ല, ഒന്നും വെച്ചിട്ടില്ല. ഇതൊക്കെ തന്നെ പ്രശാന്തിൻ്റെയും MLA-യുടെയൊക്കെ ഓരോ ഇതുകൾ. ഇതിനെപ്പറ്റി പിന്നെ ഇനിയിപ്പം ആൾക്കാരുടെ അടുത്ത് എല്ലാവരും ആരടുത്ത് ചോദിച്ചാലും ഇത് തന്നെ പറയുള്ളൂ. ഇപ്പം അവിടെ വ്യാപാരി വ്യവസായിയുടെ ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അതൊക്കെ വായിച്ചാൽ തന്നെ അറിയാതെ. പിന്നെ വികസനം എന്ന് പറഞ്ഞ് ഇവിടെ മുരളി മുമ്പ് ഇവിടെ ഇരുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത്, മുരളിയാണ് ഈ വികസനമൊക്കെ കൊണ്ടുവന്നതും അതിൻ്റെ എല്ലാ പ്ലാനൊക്കെ റെഡിയാക്കി അതെല്ലാം മാറ്റി മറിച്ച് എല്ലാം കുഴച്ച് മറിച്ചിട്ടാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതിനെപ്പറ്റി തന്നെ അതൊക്കെ ഉള്ളൂ. ഇപ്പം അതൊക്കെ തന്നെ പറയാനുള്ളൂ, അല്ല വേറെ എന്ത് പറയാനാണ്? ഇനിയിപ്പം ഞങ്ങൾക്ക് ഇവിടെ അളവൊക്കെ എടുത്തിട്ട് പോയി, ഇനിയിപ്പോൾ കട ഒഴിയാനായിട്ട് പറയുക. അപ്പുറത്ത് ഒരു ചുക്കിൻ്റെ കട ഒഴിപ്പിച്ച് അവിടെ വികസനമൊന്നും പറഞ്ഞു. ഒരു ചായ 2 ദോശയൊക്കെ ചെന്ന് തിന്നുന്ന സ്ഥലം അതിപ്പോഴേ ഒഴിപ്പിച്ചിട്ട് എന്ത് കാര്യം? അവിടുന്ന് ഇടിച്ച് വരുമ്പോൾ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചാൽ പോരെ? ചെയ്യാൻ ഇതൊക്കെ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഓരോരോ ഇത്. നല്ല ഒരു മനുഷ്യനാണ്. ജനങ്ങളുമായിട്ട് വളരെയധികം വളരെ ഇടപഴകി പോകുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങൾക്ക് ഒരുപാട് പുളിശ്ശേരി റെസിഡൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറിയാണ് ഞാൻ.
അപ്പോൾ ഇനി ഞങ്ങൾക്ക് വളരെയധികം ഉപകാരം ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അവിടെയുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. നല്ലൊരു മനുഷ്യൻ. അങ്ങനെ പാർട്ടിയിലുള്ള വ്യക്തിയാണ്. അങ്ങനെ പ്രവർത്തനം നല്ല രീതിയിലുള്ള പ്രവർത്തനമുണ്ട്. എല്ലാവിധ പ്രവർത്തനങ്ങളും അങ്ങേരെ ഭാഗത്തു നിന്നുണ്ട്. ആ മണ്ഡലത്തിലുള്ള സജീവമായുള്ള സാന്നിധ്യം എപ്പോഴും ഉണ്ട്. പ്രശാന്ത് വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല രീതിയിലുള്ള നാട്ടിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ മോശം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അവരുടെ പ്രവൃത്തി അതുകൊണ്ട് വി ഡോണ്ട് ലൈക്ക്. ഇനി എന്ത് മാറ്റം കൊണ്ടുവരണം ചേട്ടൻ തോന്നുന്നു? എന്തൊക്കെ മാറ്റങ്ങളെ കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ ഇഷ്ടപ്പെടും, ഏത് പാർട്ടി ആയാലും. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയാണ്. മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളുള്ള നല്ല രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കണമെന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. വളരെ മെച്ചപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് തോന്നുന്നത്? അതേ വികസന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, മാറിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അദ്ദേഹം മേയറായിരുന്നു. ഇപ്പം ഞാനും അദ്ദേഹത്തിൻ്റെ ഇതിലാണ്. നമ്മൾ വട്ടിയൂർക്കാവ് ഒന്നും ചോദിക്കാൻ എന്താണ് വളരെ മികച്ച അഭിപ്രായം തന്നെ. ഇനി എന്താ മാറ്റങ്ങൾ കൊണ്ടുവരണം? എല്ലാം പുരോഗതിയിലോട്ട് പോകും. ഇനി ഒന്നും പുതുതായിട്ട് കൊണ്ടുവരണമെന്നും എൻ്റെ അഭിപ്രായത്തിൽ ഒന്നും കൊണ്ടുവരാനില്ല. ഇത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. ശരി, ഉറപ്പായിട്ടും തീർച്ചയായിട്ടും പുള്ളി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പട്ടികവർഗ വികസനത്തിന് തന്നെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നല്ലതന്നെ. ഏകദേശം എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ സ്ഥലമായിട്ടിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. പൈസയൊക്കെ കൊടുത്ത് ഒരു ഭാഗത്തില്ല, ഫസ്റ്റ് പൈസൻ്റെ പൈസയൊക്കെ കൊടുത്തു കഴിഞ്ഞു. പിന്നെ എല്ലാ കാര്യങ്ങളിലും പുള്ളി കൃത്യമായിട്ട് ഇടപെടുന്നു. അതൊരു മരണമായാലും ഒരു കല്യാണമായാലും ക്ഷേത്രത്തിലെ ഉത്സവങ്ങളായിരുന്നാലും ഈ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. വേറെ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം ചേട്ടൻ്റെ ഒരു അഭിപ്രായം? മാറ്റങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ സ്കൂളുകളുടെ നിലവാരങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ തന്നെ ഇതിൻ്റെ അപ്പുറത്തൊരു സ്കൂളുണ്ട്, അവിടെ തന്നെ ഒരു ബിൽഡിംഗ് പുതിയതായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ മേഖലയിലും ഒരുവിധം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ടെന്ന് തോന്നുന്നു. റോഡുകളൊന്നും കണ്ടില്ലേ? നെറ്റ ജംഗ്ഷനിൽ രണ്ടുപേരും മരണത്തിന് ഇതായി. എന്തൊക്കെയാണ് അവസ്ഥകൾ? പിന്നെ മഴയാണ്, റോഡിൻ്റെ അവസ്ഥ ശോചനീയമാണ്, അറിയാം. പക്ഷേ എന്നിരുന്നാലും മഴ മാറിക്കഴിഞ്ഞാലും ചെയ്യണ്ടേ? ഞാനൊരു പ്രവാസിയാണ്. ഇപ്പോൾ വന്നിട്ട് വണ്ടി എടുത്ത് ഓടിക്കാനുള്ള ഇതില്ല, ബുദ്ധിമുട്ടാണ്. നടന്നാണ് വന്നത്. പ്രശാന്തിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വട്ടിയൂർക്കാവിന് ഒരു പരിചിത മുഖം പോലെ ആയി ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ എല്ലാ ഫംഗ്ഷനും പുള്ളി എത്തും. അതാണ് പുള്ളിയുടെ ഒരു ക്വാളിറ്റി. അതെല്ലാം എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയാ, ഞാൻ എന്ത് പറയാ? അഭിപ്രായം? അവരിയ്ക്കുമ്പോൾ അവർ നല്ല ഭരണമായിരിക്കും, ഇറങ്ങുമ്പോൾ പോയി, അത്ര തന്നെ. നല്ല അവരെ പറ്റി എന്തിനു പറയാ? നമുക്കൊന്നും ഒരു സഹായമോ ഒന്നും തരാൻ ആരെ കൊണ്ടും കഴിയുന്നില്ല. 25 വർഷം കൊണ്ട് വാടക കിടക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ, ഒരു വിധവയ സ്ത്രീയാണ്. നമുക്ക് ആരും ഒരു രൂപ പോലും ഒരു വീട്ടിന് പോലും എഴുതി തരണില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ ഭരണങ്ങൾ. എന്തൊരു ഭരണം? അവർ ഭരിച്ചാൽ അവരുടെ വീട്ടിൽ കുടുംബക്കാർക്ക് കൊള്ളാം, അല്ലാത്തവർക്ക് എന്തോന്ന് ഭരണം? നമുക്ക് എന്ത് പറയാം? വീട്ടുവേല ചെയ്ത് ജീവിക്കണം. ആലോചിച്ച് നോക്കിയേ, അവർ ഭരിച്ചിരുന്ന കാലത്ത് അവർക്ക് കൊള്ളാം, മറ്റുള്ളവർക്ക് എന്തിനാണ് ഗുണം? ഒരു ഗുണവും ഇല്ല. ഭരണം എങ്ങനെ ഉണ്ടാകും ചേട്ടൻ്റെ? മോശമാണ്. എന്തുകൊണ്ടാണ്? അത് കണ്ടില്ലേ, അറിയത്തില്ലേ, അതുകൊണ്ടാണ്. നമ്മുടെ മുമ്പേ നല്ലൊരു വ്യക്തിയായിരുന്നു, മേയറായിരുന്നു. നല്ല വ്യക്തിയായിരുന്നു, നല്ല ജനസമ്മതനായിരുന്നു. പക്ഷേ ഇപ്പോൾ പുള്ളിയുടെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് വലിയ എല്ലാം പ്രഹസനം എന്ന് വെച്ചാൽ ഒരു മരണത്തിന് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഓടിച്ചെല്ല്, ആ ഒരു പ്രഹസനം മാത്രമേ ഉള്ളൂ, അല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. എന്തൊക്കെ മാറ്റങ്ങൾ വേണമെന്ന് വെച്ചാൽ? മാറ്റങ്ങൾ ഇപ്പം വികസനത്തിൻ്റെ തന്നെ പറയാന്നിട്ട് ഒന്നും നടക്കുന്നില്ല. പുള്ളി കുറേ പച്ചക്കറിയൊക്കെ നടുന്നു, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഒന്നും നടക്കുന്നില്ല. ഇനി ഇതിൻ്റെ പേരിൽ ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ അടുത്ത വികസനത്തിൻ്റെ പേരിൽ വീണ്ടും പുള്ളി പച്ച പിടിക്കാനുള്ള പരിപാടിയാണ് ഇങ്ങനെ പെൻഡിങ് വെച്ചിരിക്കുന്നത്. ജനങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കേട്ടല്ലോ. ഇനിയെങ്കിലും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും കാണാം. Until then, this is Aisha Hari signing off.